അടുത്തതായിട്ട് നമ്മുടെ മംഗഴ കുടുംബയോഗത്തിൻ്റെ 11ാം വാർഷികാഘോഷത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മംഗഴ കുടുംബയോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പൗലോസ് MD സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ കുടുംബയോഗം പ്രസിഡന്റ് അധ്യക്ഷൻ ശ്രീ MR പോൾ, ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ വികാരി അച്ഛൻ, വേദിയിലിരിക്കുന്ന സിസ്റ്റേഴ്സ്, കുടുംബയോഗത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികളെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നമ്മൾ ഈ കുടുംബയോഗത്തിൻ്റെ 11ാം വാർഷികമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് കോവിഡ് കാലത്താണ് നമ്മൾ വാർഷികം ആഘോഷം പെൻഡിങ് വെച്ചത്. അതിനുശേഷം ഉണ്ടായ എല്ലാ വർഷവും തന്നെ കുടുംബ വാർഷികം വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോവുകയുണ്ടായി. അതിന് കുടുംബാംഗങ്ങളുടെയും ഈ ഭാരവാഹികളുടെയും ഒക്കെ ഒത്തിരി ശ്രമഫലമായിട്ടാണ് ഇങ്ങനെ നടന്നത് എന്നത് നമുക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. വളരെ സമയം അല്പം കൂടിയിട്ടുണ്ട്, നമ്മൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മുടെ ഈ കുടുംബയോഗത്തിൻ്റെ 11 വർഷം മുമ്പ് പൊതുയോഗത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഭാരവാഹികളാണ് 80% ഇപ്പോഴും ഈ കുടുംബയോഗത്തിൻ്റെ ഭാരവാഹികളായിട്ടുള്ളത്. ഈ പൊതുയോഗം ഞങ്ങൾക്ക് തന്ന അല്ലെങ്കിൽ ഞങ്ങളിൽ അർപ്പിച്ച ആ വിശ്വാസത പൂർണ്ണമായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ കുടുംബയോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അതിൽ കുടുംബാംഗങ്ങളോടും ഒത്തിരി കടപ്പാടും നന്ദിയും ഞങ്ങൾക്കുണ്ട്. ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മളെ അധ്യക്ഷനായിരിക്കുന്ന പ്രസിഡന്റ് ശ്രീ MR പോൾ, ഒരു പ്രസ്ഥാനത്തിൻ്റെ ലീഡർ എന്ന് പറഞ്ഞാൽ അതിന് ഒരു പ്രത്യേക കഴിവും എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു നീക്കും ഒക്കെ വേണം. ഞങ്ങൾ കമ്മിറ്റി കൂടുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും, ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതൊക്കെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഏക അഭിപ്രായത്തിൽ എത്തിച്ച് അതിനെ നല്ല രീതിയിലുള്ള ഒരു തീരുമാനത്തിൽ എത്തിക്കാൻ പ്രസിഡൻറ്റിന് ഒത്തിരി കഴിവുണ്ട്. ആ പ്രസിഡൻറ്റിന് നമ്മുടെ കുടുംബയോഗത്തിൻ്റെ പേരിൽ ഏറ്റവും അധികം നന്ദി പറയുന്നു. അടുത്തത് നമ്മുടെ വികാരിയച്ഛനാണ്. വികാരിയച്ഛൻ ഈ ഇടവകയിൽ വന്നതിന് ശേഷം ആധ്യാത്മികവും ഭൗതികവുമായ പല കാര്യങ്ങളിലും നേട്ടങ്ങളും ഉന്നതിയും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ രാവിലെ പറഞ്ഞ പോലെ അച്ഛൻ വന്നതിന് ശേഷം നമ്മുടെ പള്ളിയുടെ വരുമാനത്തിലൊക്കെ ഒത്തിരി വർധന വന്നു. അതുപോലെ ആധ്യാത്മിക കാര്യങ്ങളിൽ ഒത്തിരി ഉണർവും അതുപോലെ ചൈതന്യവും നമ്മുടെ ഇടവകയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിലാണ് നമ്മുടെ ഇടവകയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മാങ്കുഴ കുടുംബം എന്ന് പറയുന്നത് ഈ ഇടവകയിൽ ഒരു എന്താ പറയുക, ഭൂരിപക്ഷം വരുന്ന ഒരു കുടുംബാംഗമാണ്. നമ്മളോട് അച്ഛൻ്റെ സ്നേഹവും കരുണയും അല്ലെങ്കിൽ അതിൻ്റെ ഉപദേശങ്ങളൊക്കെ തന്ന് ഞങ്ങളെ വളർത്തിക്കൊണ്ടു പോകുന്നുണ്ട്. അതിൻ്റെ പേരിൽ അച്ഛന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ഏറ്റവും അധികം നന്ദി അർപ്പിക്കുന്നു. അടുത്ത് നമ്മുടെ വേദിയിലിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയായ സിസ്റ്റേഴ്സാണ്. ഒട്ടുമിക്ക പൊതുയോഗങ്ങളിലും സിസ്റ്റേഴ്സ് നമ്മളോടൊപ്പം ഉണ്ടാവാറുണ്ട്. ഞാൻ സിസ്റ്റേഴ്സിന് ഈ കുടുംബാംഗങ്ങളുടെ പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. അതുപോലെ ഒരു കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഉത്തരവാദിത്വവും കൂട്ടിയോജിപ്പിക്കലും അതിൻ്റെ പ്രവർത്തനത്തിൽ കാര്യക്ഷമമായി പങ്കെടുക്കുന്നതും അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതൊക്കെ സെക്രട്ടറിയാണ്. സെക്രട്ടറിക്ക് ഒരു നല്ല ഉത്തരവാദിത്വവും ഭാരിച്ച പണിയുമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് കിട്ടിക്കാണും ഇതിൻ്റെ എല്ലാ കണക്കുകളും, ഓഡിറ്റിങ്ങും, ഇതിൻ്റെ കണക്കുകളും ചെലവുകളും അതുപോലെ ഇതിൻ്റെ നീക്കിയിരിപ്പും എല്ലാം തയ്യാറാക്കി അത് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നത് ഷാജിയാണ്. അപ്പോൾ ഷാജിക്ക് അംഗങ്ങളുടെ പേരിൽ, കുടുംബയോഗത്തിൻ്റെ പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു.
അതോടൊപ്പം നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ, ഷാജി, ബാക്കി വരുന്ന നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള എല്ലാവർക്കും കുടുംബയോഗത്തിൻ്റെ പേരിൽ ഏറ്റവും അധികം നന്ദി പറയുന്നു. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന കുടുംബാംഗങ്ങളാണ്. എല്ലാവരുടെയും സഹകരണം വളരെയധികം ഉണ്ട്. പക്ഷെ മഴയായതുകൊണ്ട് കുറച്ച് കുറവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ഇത്രയധികമൊക്കെ ഈ ബുദ്ധിമുട്ടി സഹിച്ച് ഇവിടെ വന്നതിൽ സഹകരിച്ചതിൽ ഏറ്റവും അധികം നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഞാനൊരു കാര്യം വിട്ടുപോയി. ഇവിടുന്ന് ക്ലാസ് എടുത്ത് പോയ അച്ഛൻ്റെ കാര്യം ഞാൻ വേദിയിലില്ലാത്തതുകൊണ്ട് വിട്ടുപോയതാണ്. അച്ഛനിവിടെ വന്ന് നല്ലൊരു പ്രഭാഷണമൊക്കെ നടത്തി. ഞാൻ കോരിത്തിരിച്ചിരുന്നു പോയി. എന്നു വെച്ചാൽ അച്ഛൻ്റെ ആ പ്രഭാഷണത്തിൽ നമ്മൾക്ക് എന്താ പറയുക, മാക്സിമം ലയിച്ച് ചേർന്ന് ഒരു വലിയൊരു പ്രഭാഷണമാണ് അച്ഛൻ നടത്തിയത്. നിങ്ങൾക്കെല്ലാം അത് ഉൾക്കൊണ്ട് കാണുമായിരിക്കും. അച്ഛൻ്റെ ആ പ്രഭാഷണം നമുക്ക് വളരെ അനുഗ്രഹപ്രദമായിരുന്നു. അച്ഛനെ കിട്ടിയതിൽ തന്നെ വളരെ സന്തോഷം. അച്ഛന് നമ്മുടെ കുടുംബത്തിൻ്റെ പേരിൽ ഏറ്റവും നന്ദി പറയുകയാണ്. അടുത്തത് നമ്മുടെ കുടുംബം ഈ വേദി ഒരുക്കി തന്ന ജോസ്. നിങ്ങൾക്കറിയാം, ഒരു കുടുംബയോഗം നടക്കുമ്പോൾ, ഒരു വാർഷികം നടക്കുമ്പോൾ അതിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു വീട് ഒരുക്കി തരിക എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ഈ സ്റ്റേജ് ഇട്ടപ്പോൾ മുതൽ എനിക്കറിയാം, ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പുള്ളിക്ക് സ്റ്റേജിൽ സഹകരിക്കുക. അത് മഴയായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പം തന്നെ അറിയാം, വീട് കാര്യങ്ങളെല്ലാം പരിസരമെല്ലാം വളരെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അതൊക്കെ സഹിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ ഈ യോഗത്തിൻ്റെ ആ ഒരു നമ്മൾ കുടുംബാംഗങ്ങളുടെ ആ ആഘോഷത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ വീട് വിട്ടു തന്ന ജോസിന് കുടുംബാംഗങ്ങളുടെ പേരിലും മാങ്കഴ കുടുംബയോഗത്തിൻ്റെ പേരിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിലും ഞാൻ അത്രയധികം നന്ദി പറയുകയാണ്. അതുപോലെ പല കമ്മിറ്റികളുണ്ടായിരുന്നു. സ്റ്റേജുണ്ട്, ഫുഡ് കമ്മിറ്റിയുണ്ട്, പ്രോഗ്രാമുണ്ട്. ഒത്തിരി പേര് പ്രോഗ്രാമിന് വേണ്ടി നമുക്കിവിടെ അക്ഷീണം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇനിയും കുറേ പ്രോഗ്രാംസൊക്കെ ഇവിടെ വരാൻ പോകുന്നുണ്ട്. അതിൽ ഒരാഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പൊക്കെ ഒത്തിരി പാടുപെട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുടുംബാംഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. അതുപോലെ ഭാരവാഹികളിൽപ്പെട്ട ആളുകളുണ്ട്. അവർക്കും കുടുംബത്തിൻ്റെ പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഇവിടെ ലൈറ്റ് സൗണ്ടാണ്. മിക്കവാറും അവർ തന്നെയാണ് നമുക്ക് എല്ലാ തവണയും വരാറ്. അവർ മനോഹരമായിട്ടൊക്കെ അലങ്കരിച്ചു. ആ ചേട്ടനൊക്കെ മഴയായതുകൊണ്ട് ഒരാഴ്ച മുമ്പൊക്കെയാണ് ഇവിടെ സ്റ്റേജ് ഇട്ടത്. എന്തായാലും ആ ചേട്ടൻ്റെ ആ സൗണ്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായി അലങ്കരിച്ച് തന്നതിന് ചേട്ടനോടും ഏറ്റവും അധികം നന്ദി പറയുന്നു. ഇനി ഞാൻ ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുന്ന മക്കളാണ്, നമ്മുടെ മക്കൾ തന്നെയാണ്. എല്ലാവരും വളരെ ത്യാഗപൂർണമായിട്ടാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. ഇവിടെ വന്ന് സഹകരിച്ച കുടുംബാംഗങ്ങൾപ്പെട്ട ഓരോരുത്തർക്കും എൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലും ഞങ്ങളുടെ ഭാരവാഹി എന്നുള്ള നിലയിലും ഞാൻ എത്രയധികം സ്നേഹം പ്രകടിപ്പിക്കുന്നു, നന്ദി പറയുന്നു. താങ്ക് യു.